അങ്ങനെ ഇൻഡിഗോ ഇത്തരത്തിലുള്ളവരെ ഗുരുതരമായൊരവസ്ഥ ഈ നേരിടുന്ന ഒരു സന്ദർഭത്തിൽ പല വിമാനങ്ങളൊക്കെ റദ്ദാക്കേണ്ടി വന്നു. ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി വന്നപ്പോൾ ഈ അവസരം മുതലെടുക്കാൻ തന്നെയാണ് മറ്റു ചില സ്വകാര്യ വിമാന കമ്പനികൾ തീരുമാനിച്ചത്. അവർ എത്രയോ ഇരട്ടി ചാർജാണ് ഓരോ റൂട്ടുകളിലേക്കും പിന്നീട് ഈടാക്കാൻ തുടങ്ങിയത്. എന്തിനേറെ പറയുന്നു, ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്താൻ ഏതാണ്ട് 60,000-ലധികം രൂപ വരെ ഈടാക്കാൻ തീരുമാനിച്ച വിമാന കമ്പനികളുണ്ടായിരുന്നു. പക്ഷേ ഏതായാലും ഇത് കേന്ദ്ര സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുകയും അടിയന്തരമായി തന്നെ ഈ ഒരു മുതലെടുപ്പിനെതിരെ കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഇത്തരത്തിൽ ഈ കഴുത്തറപ്പൻ രീതി തുടരാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഈ സ്വകാര്യ വിമാന കമ്പനികൾക്ക്. മാത്രമല്ല കേന്ദ്ര വ്യോമയാന മന്ത്രാലയം തന്നെ ഇത് സംബന്ധിച്ച മാനദണ്ഡവും പരിധിയുമൊക്കെ തന്നെ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഏർപ്പെടുത്തിയ പരിധി നമുക്കൊന്ന് പരിശോധിക്കാം. 500 കിലോമീറ്റർ വരെ 7,500 രൂപ, 500 മുതൽ 1000 കിലോമീറ്റർ വരെ 12,000 രൂപ, 1000 കിലോമീറ്റർ മുതൽ 1,500 കിലോമീറ്റർ വരെ 15,000 രൂപ, 1,500 കിലോമീറ്റർ മുകളിൽ 18,000 രൂപ എന്നിങ്ങനെയാണ് ഇക്കോണമി ടിക്കറ്റിലെ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. യൂസർ ഡെവലപ്മെൻറ്റ് ഫീസ്, പാസഞ്ചർ സർവീസ് ഫീസ്, നികുതി എന്നിവ ഇതിന് പുറമെയാണ്. ബിസിനസ് ക്ലാസ്സിനും ഉടൻ ഫ്ലൈറ്റുകൾക്കും ഇത് ബാധകമല്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ വിമാന കമ്പനികളും ഈടാക്കിയ തുക കെട്ടാൻ നമ്മുടെ കണ്ണുകളിൽ പോകും. കാരണം നമുക്ക് വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ പോലും ഇത്രയും പൈസ ആവുകയില്ല. ഇത് തങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ വിമാന കമ്പനിക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ അതിന് മുതലെടുക്കാൻ ഇറങ്ങിയ ഈ വിമാന കമ്പനികൾക്ക് ഏതായാലും കേന്ദ്ര സർക്കാർ മൂക്കുകയറിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇനി ഈ ഒരു കേന്ദ്ര സർക്കാർ നിർദ്ദേശ മാനദണ്ഡം അനുസരിച്ച് മാത്രമേ ആളുകൾ ഇന്ന് ടിക്കറ്റ് നിരക്ക് ഈടാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കാൻ കഴിയുന്നത്. കൂടാതെ ഇൻഡിഗോയെ സംബന്ധിച്ചിടത്തോളം ഇൻഡിഗോയ്ക്കും കേന്ദ്ര സർക്കാർ ചില കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം അവർക്ക് നേരത്തെ ഇതൊക്കെ തന്നെ കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാതെ ഈ അവസാന നിമിഷം യാത്രക്കാരോട് ഇത്തരത്തിൽ പെരുമാറിയതിന് കേന്ദ്ര സർക്കാർ ഒരു കാരണവശാലും ഇൻഡിഗോയ്ക്കും ആപ്പ് കൊടുത്തിട്ടില്ല. നാളെ രാത്രി 8 മണിക്ക് മുമ്പ് നേരത്തെ ടിക്കറ്റിനായി ആളുകളിൽ നിന്ന് ഈടാക്കിയ പണം റീഫണ്ട് ചെയ്തിരിക്കണം എന്നുള്ള കർശന നിർദ്ദേശം സർക്കാർ നൽകിയിരിക്കുകയാണ്. അതുപോലെ പലരുടെയും ലഗേജുകൾ എവിടെയൊക്കെയോ മാറിപ്പോയിരിക്കുകയാണ്. ഇവയെല്ലാം തന്നെ അടിയന്തരമായി നാളെ തന്നെ അവർക്കെല്ലാം തിരികെ എത്തിക്കണം എന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പ്രശ്നം കൂടിയാണ്. കാരണം രാജ്യത്ത് ഏറ്റവും അധികം സർവീസ് നടത്തുന്ന ഒരു സ്വകാര്യ വിമാന കമ്പനിക്ക് ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് മുതലെടുക്കാൻ മറ്റു വിമാന കമ്പനികളെല്ലാം കൂടെ ഒരുമിച്ചിറങ്ങുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഈ ഒരു വലിയ ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയും കൃത്യമായി അതിൽ ഇടപെടുകയും ചെയ്തതുകൊണ്ട് യാത്രക്കാർക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആശ്വാസകരമായിരിക്കും. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഈ വിമാന കമ്പനികൾ പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യോമയാന വകുപ്പ് കൃത്യമായും അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും സർക്കാരിൻ്റെ ഈ ഉത്തരവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം ഇൻഡിഗോയ്ക്കും ഭാവിയിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കാനുള്ള കർശനമായ മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര സർക്കാരും നൽകിയിരിക്കുന്നത്.